الله وإياي أولا بتقوى الله فافعلوا ما أمركم الله واتقوا ما نهاكم الله. قال الله سبحانه وتعالى في محكم تنزيل: أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني ولا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരമകാരുണ്യകനും ദയാലുവുമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രവും പരിപാവനവുമാകുന്ന ഈ മസ്ജിദിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അല്ലാഹു ഇപ്രകാരം നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ അപരാധങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും കാരുണ്യവാനായ റബ്ബ് അവന്റെ വിശാലമായ കരുണയുടെ പേരിൽ വിട്ടുപുറത്ത് മാപ്പ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഉൾപ്പെടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളിലായി, പ്രതിസന്ധികളിലായി, ദുരിതങ്ങളിലായി, പ്രകൃതിക്ഷോഭങ്ങളിലായി, അധിനിവേശങ്ങളുടെ അക്രമങ്ങളിലൊക്കെയായി കഴിയുന്നവർ അല്ലാഹു അവർക്കൊക്കെയും ശാന്തിയും സമാധാനവും നിർഭയത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞ നമ്മുടെ പൂർവികർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെല്ലാവരെയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിന്റെ പരമാവധി സൃഷ്ടികർത്താവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ബോധിപ്പിക്കുകയാണ്.
ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെയായിട്ട് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പ്രവർത്തനങ്ങളിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മുഖ്യമൂലകളിലൊക്കെ ദേശീയ പതാകകൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയും സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളൊക്കെ നൽകുകയും സ്കൂളുകളിലും മദ്രസകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഒക്കെ ആയിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും ഈ ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും അതിന്റെ വികാസത്തിനും അതിന്റെ പുരോഗതിക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ് ഓരോ വിശ്വാസിയും. നമ്മുടെ പൂർവികർ മുൻഗാമികൾ കാണിച്ചു തന്നതും അപ്രകാരം തന്നെയാണ്. ഇന്ത്യൻ ജനത 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നാം അനുസ്മരിക്കപ്പെടേണ്ടത് നമ്മുടെ പൂർവികന്മാരായ മുസ്ലിം സമൂഹ അംഗങ്ങൾ, സമുദായ അംഗങ്ങൾ, അവർ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും പ്രതിസന്ധികളെ കുറിച്ചാണ്. നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവനും സമ്പത്തും അവരുടെ ശരീരവും സർവ്വതും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധിനിവേശങ്ങളായ ബ്രിട്ടീഷുകാർക്കെതിരെ മല്ലടിച്ചു അവരോട് സന്ധിയില്ല സമരത്തിലൂടെ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം, അതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച നമ്മുടെ പൂർവികന്മാരായ മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇന്ന് തിരസ്കരിക്കപ്പെടുന്നു എന്നുള്ള ഖേദകരമായ ഒരു അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്നാൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് പോലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്യാധ്വാനവും കഠിനാധ്വാനവും ചെയ്ത മൗലാന അബുൽ കലാം ആസാദിനെ പോലെ, മൗലാന ഷൗക്കത്ത് അലിയെ പോലെ, മൗലാന ജൗഹർ അലിയെ പോലെ, അല്ലാമ ഇഖ്ബാലിനെ പോലെ, മൗലാന ഹസ്രത്ത് മുആനിയെ പോലെ ഇങ്ങനെ തുടങ്ങുന്ന എണ്ണിയാലൊടുങ്ങാത്ത നമ്മുടെ പൂർവികരായ മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനികളെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും മാറ്റപ്പെടുന്നു എന്നുള്ള ഖേദകരമായ ഒരു ചരിത്ര നിർമ്മാണത്തിലൂടെയാണ് ഇന്നത്തെ ഫാസിസ്റ്റ് ഭരണകൂടം കടന്നു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നാം സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് അതിന്റെ ചരിത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു 100 വർഷത്തെ പഠനമാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചെറുതും വലുതുമായ പോരാട്ടങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനും പഠിക്കുവാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അഥവാ 1857 മുതൽ 1957 വരെയുള്ള 100 വർഷത്തെ ഐതിഹാസികമായ ചെറുതും വലുതുമായ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും ഒക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കഠിനാധ്വാനവും അധ്വാധ്വാനവും ചെയ്ത നമ്മുടെ പൂർവികന്മാരുടെ ചരിത്രം ഒന്നുകൂടി അത് പൂർണ്ണമാകണമെങ്കിൽ 1857 മുമ്പുള്ള ഒരു 100 വർഷത്തെ ചരിത്രം കൂടി പഠിച്ചാൽ മാത്രമേ
കൃത്യമായ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഏകദേശം ഒരു സഹസ്രാബ്ദം, കൃത്യമായി പറഞ്ഞാൽ 8 നൂറ്റാണ്ട് 800 വർഷക്കാലം ഈ മഹത്തായ ഈ ഭാരതം, ഈ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നത് നമ്മുടെ പൂർവികന്മാരായ മുസ്ലിം ചക്രവർത്തിമാരായിരുന്നു. ആർക്കെങ്കിലും അത് നിഷേധിക്കുവാൻ സാധിക്കുമോ സഹോദരങ്ങളെ, ബഹുമാനികളെ? ഈ ഇന്ത്യ രാജ്യത്തിന്റെ സർവ പുരോഗതിക്കും അടിത്തറ പാകിയതും ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന സർവ പൈതൃകങ്ങളും അത് ഇസ്ലാമിക വാസ്തുശില്പ ഘടനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കൃത്യമായി ഇന്ത്യയുടെ ചരിത്രം പഠിക്കണമെങ്കിൽ കുത്തുബുദ്ദീൻ ഐബക്ക് മുതൽ ബഹദൂർ ഷാ സഫർ വരെയുള്ള മുഗൾ സാമ്രാജ്യം പടുത്തുയർത്തി മാതൃകാപരമായി ഭരണം കാഴ്ചവെച്ച നമ്മുടെ മുസ്ലിം പൂർവികരായ ഈ ചക്രവർത്തിമാരെ കുറിച്ചും ഈ ഭാരതം ഇന്ത്യയുടെ സംസ്കാരത്തെ പൂർണ്ണമായി ലോകത്തിൽ വെളിച്ചം എത്തിച്ചു കൊടുത്ത ഈ ചരിത്രകാരന്മാരെ കുറിച്ചും ഈ ചക്രവർത്തിമാരെ കുറിച്ചും പഠിച്ചാൽ മാത്രമേ ഇന്ത്യൻ ചരിത്രം നമുക്ക്, ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രവും ഒക്കെ, ഇന്ത്യയുടെ ചരിത്രമൊക്കെ നമുക്ക് പൂർണ്ണമായി വായിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. നമുക്കറിയാം, 1757 പ്ലാസി യുദ്ധം സിറാജുദ്ദീൻ ദൗളയുടെ നേതൃത്വത്തിൽ തുടങ്ങുകയാണ്. അഥവാ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 1857 മുമ്പുള്ള ഒരു 100 വർഷം കണക്കാക്കുക. അവിടെയാണ് സിറാജുദ്ദീൻ ദൗളയെ പോലെയുള്ള ഭരണാധികാരികൾ അധിനിവേശ ശക്തിയായ ബ്രിട്ടീഷുകാർക്ക് എതിരെ അതിശക്തമായ പ്രഥമമായ വിപ്ലവം, ഐതിഹാസികമായ തേരോട്ടം നടത്തിയതായി നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ത്യ ഭരിച്ചിരുന്ന അടിമവംശം, അതുപോലെ തന്നെ ഖിൽജി വംശം, സയ്യിദ് വംശം, തുഗ്ലക് വംശം, ലോധി വംശം, ഇങ്ങനെ തുടങ്ങുന്ന മുഗൾ വംശം, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രാജഭരണങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. കുത്തുബുദ്ദീൻ ഐബക്ക് മുതൽ ബഹദൂർ ഷാ വരെയുള്ള അതിൽ വരുന്ന ശക്തരായ ഭരണാധികാരി നമുക്കറിയാൻ കഴിയും. ബാബർ പോലെ, അക്ബർ പോലെ, ഷാജഹാൻ പോലെ, ഹുമയൂൺ പോലെ, ഇങ്ങനെ തുടങ്ങുന്ന പല ഇന്ത്യയുടെ ഭരണാധികാരികളെ, മുൻ മുഗൾ ഭരണാധികാരികളെ നമുക്ക് വായിച്ചെടുക്കുമ്പോഴാണ് ഇന്ത്യ ഏകദേശം 800 വർഷക്കാലം ഇന്ത്യ ഭരിച്ചിരുന്നത് മുസ്ലിം സാമ്രാജ്യമായിരുന്നു, മുസ്ലിം ഭരണാധികാരികളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാലോ, ഇന്ത്യയിൽ പ്രഗത്ഭമായി തലയെടുപ്പോടുകൂടി നിൽക്കുന്ന താജ്മഹൽ, റെഡ് ഫോർട്ട്, ചാർമിനാർ, കുത്തബ് മിനാർ, അതുപോലെ തന്നെ മൈസൂർ പാലസ്, ഇങ്ങനെ തുടങ്ങുന്ന ഇന്ത്യയിലെ സർവ പൈതൃകങ്ങളും ഈ ഭരണകാലത്ത്, ഈ മുഗൾ സാമ്രാജ്യ ഭരണകാലത്ത് മുസ്ലിം ഭരണാധികാരിമാർ സ്ഥാപിച്ചതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ? ഇന്ത്യയുടെ അഭിമാനവും ഇന്ത്യയുടെ സംസ്കാരവും ലോകത്ത് എത്തിക്കുവാൻ മുസ്ലിം ശില്പശാലകളും അതുപോലെ തന്നെ മുസ്ലിം പൈതൃക വാസ്തുശില്പ ഘടനകളുമാണ് ഇന്ന് ഇത്തരം ഈ പൈതൃകങ്ങളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസുകളും ഇത്തരം സർക്കാർ സംവിധാനങ്ങളുടെ ബിൽഡിങ്ങുകളൊക്കെ അന്ന് രാജഭരണകാലത്ത് സ്ഥാപിച്ചതാണ്. നമ്മൾ വിചാരിക്കും അതിന്റെ ആ കടലയും അതിന്റെ മിനാറും മിമ്പറൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഏതോ പള്ളിയായിരിക്കുമെന്ന്. പക്ഷെ കടന്നു ചെല്ലുമ്പോൾ ചിലപ്പോൾ അതൊരു പോലീസ് സ്റ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആതുരാലയ കേന്ദ്രങ്ങളായിരിക്കും. ഇതെല്ലാം നമ്മുടെ പൂർവികരായ മുസ്ലിം ഭരണാധികാരികൾ സ്ഥാപിച്ചതാണ് സഹോദരങ്ങളെ, ബഹുമാനികളെ. പക്ഷേ ഇതൊക്കെ ഇന്ന്
നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഖേദകരമായ ചരിത്രങ്ങളെ വിസ്മരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വന്നത് ഒരു സമൂഹമെന്നുണ്ട് എങ്കിൽ അത് മുസ്ലിം സമൂഹമാണ്. ദ്വിബന്ധു പണ്ഡിതന്മാർ, അവർ നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട മൗലാന ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി, മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി തുടങ്ങുന്ന നിരവധി ഒട്ടനവധി പണ്ഡിതന്മാർ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ ചെയ്തു. പക്ഷേ അവർ ഭൗതികമായി ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഭൗതികമായ അധികാരങ്ങളോ നേട്ടങ്ങളോ സ്വാർത്ഥമായ താല്പര്യങ്ങളോ അവർക്ക് ഇല്ലയായിരുന്നു. കാരണം അവർ ജനിച്ചു വളർന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവരുടെ ആത്മാവും അവരുടെ ശരീരവും അവരുടെ സമ്പത്തും ഒക്കെ ത്യജിക്കേണ്ടി വന്നു. എന്തെല്ലാം ത്യാഗങ്ങളാണ് നമ്മുടെ പൂർവികന്മാർ സഹിച്ചത്! എത്രത്തോളം എന്നാൽ മൗലാന മുഹമ്മദ് അലി ജൗഹറി അലിയെ പോലെയുള്ള പണ്ഡിതന്മാർ, അവരെ പോലെയുള്ള ഒരുപാട് പൂർവികന്മാർ, അവരെ നാട് കടത്താവുന്ന ആ സന്ദർഭത്തിൽ പോലും അവർ പറഞ്ഞത്, ഈ രാജ്യത്ത് നമുക്കൊന്ന് ഈ സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ മരിക്കുമ്പോൾ നമ്മളെ കബറടക്കാൻ 6 അടി മണ്ണ് തരണം. ഇനി നമ്മളെ ഈ രാജ്യത്ത് നിന്ന് നിങ്ങൾ നാട് കടത്താനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ രാജ്യത്ത് നിന്നുള്ള 1 പിടി മണ്ണെങ്കിലും നിങ്ങൾ നമുക്ക് തരണം. എന്തിനു വേണ്ടി എന്നറിയോ? നിങ്ങൾ നാട് കടത്തുമ്പോൾ മറ്റേതെങ്കിലും രാജ്യത്താണ് നമ്മൾ പോയി അവിടെ വെച്ച് മരിച്ച് അവിടെ വെച്ചാണ് കബറടക്കുന്നത് എങ്കിൽ ആ ജനാസയോടൊപ്പം ഈ ഭാരതത്തിന്റെ 1 പിടി മണ്ണ് എന്റെ കബറിലുണ്ടാകണം എന്ന് ആഗ്രഹിച്ചവരായിരുന്നു നമ്മുടെ പൂർവികന്മാർ. അവരത്ര കണ്ട് ഇന്ത്യ രാജ്യത്തെ, പിറന്ന രാജ്യത്തെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് പ്രചോദനം എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവിടെ നിന്ന് പറഞ്ഞു, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരു വിശ്വാസി ഏതൊരു രാജ്യത്താണോ നിലകൊള്ളുന്നത്, ഏതൊരു രാജ്യത്താണോ അവൻ വസിക്കുന്നത്, ആ രാജ്യത്തിനോട് സ്നേഹമുണ്ടാകണം, ആ രാജ്യത്തിനോട് കൂറുണ്ടാകണം. എന്ത് പഠിപ്പിക്കുകയും ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, സ്വന്തം രാജ്യത്തിനോടുള്ള സ്നേഹം, സ്വരാജ്യ സ്നേഹം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ ഏത് രാജ്യത്ത് പിറന്നാലും ആ രാജ്യത്തിനോട് കൂറുള്ളവരായിരിക്കും. നമ്മുടെ ശത്രു രാജ്യങ്ങൾ, അതും ഇസ്ലാമിക രാജ്യമായാൽ പോലും, സാക്ഷാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വന്നാൽ ആ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ ഇവിടുത്തെ മുൻപന്തിയിൽ നിൽക്കുന്ന സമൂഹമായിരിക്കും മുസ്ലിം സമൂഹം. കാരണം അത്ര കണ്ട് അവർ വിശ്വാസത്തിന്റെ ഭാഗമായി സ്നേഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. എന്നല്ല, ഏതൊരു വിശ്വാസി ഏതൊരു രാജ്യത്താണോ കഴിയുന്നത്, താമസിക്കുന്നത്, ജനിച്ച് വളർന്നത്, ആ രാജ്യത്തിനോട് കൂറും ആ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ആ രാജ്യത്തിന്റെ വികാസത്തിനുമൊക്കെ അവൻ പങ്കാളിയാക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കറിയാലോ, മക്കയിൽ ജനിച്ചു വളർന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയി. അവിടെ പ്രവാചകനെ സ്വീകരിച്ച ആ മദീന നിവാസികൾ, ആ മദീന നിവാസികളെ ആക്രമിക്കാൻ വേണ്ടി മക്കയിൽ നിന്നും തന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാജ്യത്തു നിന്നുമുള്ള അനുയായികൾ കടന്നു വരുമ്പോൾ മദീനയ്ക്ക് ഒരു പോറൽ പോലും പറ്റാത്ത രീതിയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്നും 1000-ഓളം വരുന്ന കിലോമീറ്റർ ബദറിലേക്ക് ചെല്ലുകയും എന്നിട്ട് അവിടെ വെച്ച് ആ ശത്രുക്കളോട് ഏറ്റുമുട്ടുകയും ചെയ്യുകയാണ്. എന്തിനാണ്? മദീന അഥവാ പ്രവാചകനെ സംരക്ഷിച്ച, പ്രവാചകൻ താമസിക്കുന്ന ആ രാജ്യത്തിനോ ആ രാജ്യത്തിന്റെ നിവാസികൾക്കോ ഒരു പോറൽ പോലും പറ്റാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മദീനയ്ക്ക് അപ്പുറമുള്ള ഒരു പ്രദേശത്ത് വെച്ച് ആ ശത്രുക്കളെ തടയാൻ തയ്യാറായത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നാം വസിക്കുന്ന രാജ്യത്തിനോട് കൂറുള്ളവരായിരിക്കണം മുസ്ലിങ്ങൾ. ആയിരുന്നു, അങ്ങനെ തന്നെയാണ്. അതാണ് നമ്മുടെ പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്നത്. മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന ഷൗക്കത്ത് അലിയും ഒക്കെ അവരുടെ ഹിസ്റ്ററികൾ, ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അവരുടെ രാജ്യസ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ബഹുമാനികളെ, ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുകയും
രാഷ്ട്രത്തിന്റെ പിതാവിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത മാർക്സിസ്റ്റുകളുടെ സർട്ടിഫിക്കറ്റ് രാജ്യസ്നേഹികളായ നമുക്കോ നമ്മുടെ പൂർവികന്മാർക്കോ അവരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ രാജ്യസ്നേഹം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഓരോ വിശ്വാസിയും ഏതൊരു രാജ്യത്തിലാണോ നിലകൊള്ളുന്നത് ആ രാജ്യത്തിനോട് താല്പര്യമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം, നാം വസിക്കുന്ന ഈ കേരള സംസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൂർവികന്മാർ നടത്തിയ വിപ്ലവകരമായ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അതിൽ മുഖ്യ പങ്കാളികളായ പൊന്നാനി മഖ്ദൂം ഒന്നാമനും അതുപോലെ തന്നെ മഖ്ദൂം രണ്ടാമനും മൂന്നാമനും ഒക്കെ, അതുപോലെ തന്നെ അലി മുസ്ലിയാരും വാരിയും കുന്നത്തും കുഞ്ഞു മുഹമ്മദ് ഖാജിയും ഉമർ ഖാദിയും മമ്പുറം തങ്ങളും കുഞ്ഞാലി വരക്കാരും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും വക്കം അബ്ദുൽ ഖാദറും മൗലാന വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഒക്കെ വഹിച്ച പങ്കുകൾ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയാണ് സഹോദരങ്ങളെ, ബഹുമാനികളെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വാതന്ത്ര്യ സമരത്തിന് പൂർണ്ണമായ വിജയം നൽകി എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പൂർണ്ണമായി ആത്മാർത്ഥതയോടുകൂടി സ്വാർത്ഥ ലാഭങ്ങൾക്കല്ലാതെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ പേരിലാണ് നാം ഒരു പ്രവർത്തനം ചെയ്താൽ അത് വിജയിപ്പിക്കും. അല്ലാഹു തആല ഭൂമിയുടെ അധികാരം വരെ അവരെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വഅലല്ലാഹുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. വിശ്വസിക്കുകയും അള്ളാഹുവിൽ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് സൽക്കർമ്മ നിരതനായ ഒരു സമൂഹമുണ്ട് എങ്കിൽ, അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏതൊരു സമൂഹമുണ്ടോ അവർക്ക് അള്ളാഹു ഭൂമിയിൽ അധികാരം നൽകുമെന്ന്. ഏതുപോലെ തമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻഗാമികൾക്ക് ഭൂമിയിൽ അധികാരം നൽകിയതുപോലെ നിങ്ങൾക്കും ഭൂമിയിലുള്ള അധികാരവും ഭൂമിയിലുള്ള സർവ വിഭവങ്ങളും അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. മൻ ഖാഫല്ലാഹു ഖാഫഹു കുല്ല ശൈ, ഏതൊരുവൻ അള്ളാഹുവിനെ ഭയക്കുന്നുവോ സർവ സൃഷ്ടികളും അവനെ ഭയക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ ഒരിക്കലും ഈ സൃഷ്ടികളെയോ സൃഷ്ടികളുടെ സംവിധാനങ്ങളുടെയോ ആറ്റം ബോംബുകളെയോ അണുബോംബുകളെയോ ആയുധങ്ങളെയോ ഒന്നും അവർ ഭയന്നില്ല. അവർ ഭയന്നത് അള്ളാഹുവിനെയാണ്. മൻ ഖാഫല്ലാഹ്, ഏതൊരുവൻ അള്ളാഹുവിനെ ഭയക്കുന്നുവോ അവന് സർവ്വ ചരാചരങ്ങളും ഭയക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മള് മനസ്സിലാക്കേണ്ടത്, വിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മളെപ്പോഴും നമ്മളുടെ രാജ്യത്തിനോട് സ്നേഹവും പൂർവ്വം ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നും, ഈമാൻ, സ്വന്തം രാജ്യത്തിനോടുള്ള സ്നേഹം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം പ്രവർത്തിക്കണമെന്നാണ് ഈ സ്വാതന്ത്ര്യ ഈ ദിനവുമായി ബന്ധപ്പെട്ട്, ഈ ആഗസ്റ്റ് 15 ബന്ധപ്പെട്ടും അതുപോലെ തന്നെ തുടർന്ന് മുമ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സന്ദേശങ്ങളും സ്വാതന്ത്ര്യ ദിനവുമായി വേണ്ട പരിപാടികളും ഒക്കെ നാം അതിലൊക്കെ അണികൾ ചേരുമ്പോൾ അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവികന്മാരും ഒക്കെ അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ചുള്ള അനുസ്മരണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സ്വന്തം രാജ്യത്തിനോടുള്ള സ്നേഹവും കൂറും നിലനിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല പൗരന്മാരായി ജീവിക്കാൻ ഉള്ള തൗഫീഖും അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സർവ്വ പാപങ്ങളും അള്ളാഹു വിട്ടുകൊടുത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മളുടെ സർവ്വ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകാര്യയോഗ്യമായ പ്രവർത്തനങ്ങളായി അമലുകളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, വയനാടുമായി ആ പ്രകൃതി ദുരന്തത്തിൽ ബന്ധപ്പെട്ട് ദുരിതാശ്വാസങ്ങളിൽ കഴിയുന്ന ക്യാമ്പുകളിൽ കഴിയുന്ന ഒരുപാട് സഹോദരന്മാർ കുഞ്ഞു കുട്ടികളൊക്കെ അവരൊരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ മഹലുകളും അതുപോലെ തന്നെ സംഘടനകളും സാംസ്കാരിക വേദികളും ഒക്കെ അവരാൽ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തികം ഒക്കെ സമാഹരിച്ചുകൊണ്ട് വളരെ സുതാര്യമായ നിലയിൽ
ആ അർഹതപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്ത് നല്ല ലോകത്തൊക്കെ ഇങ്ങനെ ഈ ജലപ്രളയവുമായി ബന്ധപ്പെട്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സഹായ സഹകരണങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മളാൽ കഴിയുന്ന ചെറുതും വലുതുമായ സ്വതക്കുകൾ സമാഹരിച്ചുകൊണ്ട് അത് കൃത്യമായി ഒരു കോർഡിനേറ്റ് സംവിധാനത്തിൽ കൂടി അത് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ജുമാ നമസ്കരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പുറത്തൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആത്മാർത്ഥമായി ഉള്ള സ്വതക്ക അതിലേക്ക് നിക്ഷേപിക്കണം. നമ്മളെ പോലെ ഒരുപാട് ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളവരായിരുന്നു. പെട്ടെന്ന് തന്നെ അല്ലാഹു തആല അവര് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ പ്രയാസങ്ങളും ദുരന്തങ്ങളും ഒക്കെ അവരെ തേടി വന്നു. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ കഴിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സ്വതക്കുകൾ നൽകുക. എന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വതക്ക എന്നത് സർവ്വവിധ ആപത്തുകളെയും മുസീബത്തുകളെയും തട്ടിമാറ്റുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എത്രത്തോളം എന്നാൽ സ്വതക്ക ചെയ്യുന്നത് കൊണ്ട് മോശകരമായ അപകടങ്ങളിൽ നിന്നും അത്തരം മരണങ്ങളിൽ നിന്നും അത്യാപത്ത് പോലെയുള്ള എല്ലാ മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമെന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങുമ്പോൾ അവിടെ ദുരിതാശ്വാസത്തിന്റെ ഒരു സമാഹരണ ഫണ്ടിന്റെ ഒരു ബക്കറ്റ് വെച്ചിരിക്കും. എല്ലാവരും അതിൽ ആത്മാർത്ഥമായി ഹദിയകൾ നൽകണം എന്ന് ഉണർത്തുകയാണ്. പടച്ചവൻ നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار يا ارحم الراحمين.